രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 6ാമത്തെ ദശകമാണ്, 5ാമത്തെ ശ്ലോകമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എപ്പിസോഡ് 60ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള നാരായണീയം കാണണമെന്ന് ആഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിൽ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ ഏത് കിട്ടിയിരിക്കും നാരായണീയം. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം കിട്ടും. കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി നമ്മൾ അവതരിപ്പിക്കുകയാണ്. മഹാപുണ്യം കേൾക്കുന്നത്. എല്ലാ ബുധനാഴ്ചയും അതിപ്രശസ്തമായ കഠോപനിഷത്തിൻ്റെ ക്ലാസ്സാണ്. അതായത് മരണത്തിൻ്റെ രഹസ്യങ്ങൾ തുറന്നു തരുന്ന ഒരൊറ്റ പുസ്തകമേ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ. അത് കഠോപനിഷത്താണ്. ഓഗസ്റ്റ് മാസം 5ഓ 6നോ അത് റിലീസായി കഴിഞ്ഞു, ബുധനാഴ്ച. അപ്പോൾ ബുധനാഴ്ചയാണ്, ഓഗസ്റ്റ് 5 ബുധനെന്നാണ് എനിക്ക് തോന്നുന്നത്. 5നോ 6നോ ബുധനാഴ്ച ദിവസം ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ കഠോപനിഷത്ത് എന്ന ഹെഡിങ്ങിൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കഠോപനിഷത്തിൻ്റെ ക്ലാസ് നിശ്ചയമായും കേൾക്കണം. അത് കേട്ടാൽ മരണത്തിൻ്റെ രഹസ്യം എന്തെന്നറിയും, മരിച്ചു കഴിഞ്ഞുള്ള ആത്മാവിൻ്റെ രഹസ്യമെന്ത്, ആത്മാവ് എങ്ങോട്ടേക്ക് പോകുന്നു, സ്വർഗലോകത്തേക്കെത്താൻ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മുടെ കഠോപനിഷത്തിനകത്തുണ്ട്. അത് മോക്ഷകരവുമാണ്. പിന്നീട് നമുക്ക് യമന്റെ ഭയവും വേണ്ട. അപ്പോൾ വ്യാഴാഴ്ച മഹത്തായ അഷ്ടപതിയുടെ ക്ലാസ്സാണ്. 100 എപ്പിസോഡുകൾ അഷ്ടപതി പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം മഹത്തായ അഷ്ടപതിയുടെ ക്ലാസ് 100ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് അതിനകത്ത് 100ാമത്തെ എപ്പിസോഡ് പിന്നിട്ടു. വ്യാഴാഴ്ച അഷ്ടപതി കേൾക്കുക. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വെള്ളിയാഴ്ച ധമ്മപദം. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൊല്ലത്ത് വന്നാൽ മതി. ഹോസ്റ്റൽ സൗകര്യമുണ്ട്. പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസ സൗകര്യങ്ങളുണ്ട്. തൃശ്ശൂർ, കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് അഷ്ടാവക്ര ഗീത കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നത് നിശ്ചയമായിട്ടും നിങ്ങൾ കേട്ടിരിക്കണം.
പിന്നെ അതുകൂടാതെ ഭക്ത മീരയുടേതുണ്ട്. പിന്നെ രാധികാ കവചം 2 ഉണ്ട്. 2 രാധികാ കവചം ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ അത് പാടിയും ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമമുണ്ട്, അതും ഞാൻ പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാം കേൾക്കുക. രാധികാ കവചവും രാധാ സഹസ്രനാമവും നിത്യവും ജപിക്കുന്നത് ഒരു ശീലമാക്കി നിങ്ങൾ മാറ്റുക. സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ജനറൽ എന്ന ഐറ്റത്തിൽ വളരെ നിങ്ങൾക്ക് പ്രയോജനം നൽകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം നമോ നാരായണായ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ. ഓ രാധേ രാധേ. 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 ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ നമുക്ക് നാരായണീയം ആരംഭിക്കാം. അതിനു മുമ്പ് നമ്മളുടെ അഷ്ടപതി 100 എപ്പിസോഡ് പിന്നിട്ടതിനെ കുറിച്ച് പ്രേക്ഷകര് നിരവധി അഭിപ്രായങ്ങൾ നമുക്ക് എഴുതി അയക്കുന്നുണ്ട്. അപ്പൊ 100 എപ്പിസോഡ് പിന്നിട്ട് കഴിഞ്ഞാൽ അഷ്ടപതിയെ കുറിച്ച് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാനുള്ളതെന്നും കൂടെ കേൾക്കുക. അതിനുശേഷം നമുക്ക് ആരംഭിക്കാം. രാധേ രാധേ. അഷ്ടപതിയിലൂടെ രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ അതിപാവനവും പവിത്രവുമായ പ്രണയബന്ധത്തെ മനസ്സിലാക്കാനും ആ രാധാകൃഷ്ണ പ്രേമത്തെ ഉൾക്കൊള്ളാനും അതിൻ്റെ ആ സ്വാദ് ആസ്വദിക്കാനും ഒക്കെ കഴിഞ്ഞത് സാറിൻ്റെ ഈ അഷ്ടപതിയുടെ ആ വിവരണം ഉണ്ടല്ലോ സാറേ, അത് സാറ് പറഞ്ഞു തരുന്ന കീറി മുറിച്ച് പറഞ്ഞു തരുന്ന ആ ഓരോ അർത്ഥങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ഭഗവാനെ എന്തോ ഒരു സന്തോഷമെന്നറിയാമോ സാറേ. ഈ അഷ്ടപതി കേട്ടതിലാണ് ഒരുപാട് രാധാകൃഷ്ണ പ്രണയം എന്താണെന്ന് മനസ്സിലായത്. ആ രാധാകൃഷ്ണൻ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ അഷ്ടപതിയിലൂടെയാണ്. ഈ അഷ്ടപതി അത്രത്തോളം രുചികരമാണ്. അഷ്ടപതിയെ പറ്റി പറയാൻ വാക്കുകളില്ല. എന്തിനേക്കാളും ഏതിനേക്കാളും പവിത്രവും പാവനവുമായ ഒരേ ഒരു പുസ്തകം, അത് ഒരേ ഒരു ഗീതം, അത് ഗീതാഗോവിന്ദമായ ഈ അഷ്ടപതി മാത്രമാണ്. അത് കേൾക്കാൻ കഴിഞ്ഞത് ഏതോ മുജ്ജന്മത്തിൽ എപ്പോഴോ ചെയ്ത ഒരു സുഹൃതം കൊണ്ട് അത് അഷ്ടപതി കേൾക്കാനും സാറിൽ നിന്ന് തന്നെ അത് അറിയാനും ആ രാധാഭക്തനായ സാറിൽ നിന്ന് തന്നെ ഞങ്ങൾക്കത് കേൾക്കാനും കഴിഞ്ഞത് അതീവ സന്തോഷവും രാധാകൃഷ്ണ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനിയും സാറിന് രാധാകൃഷ്ണന്മാരെ പറ്റി ഓരോന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ രാധാറാണി കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ജയ് ജയ് ശ്രീ രാധേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. രാധേ രാധേ. ഞാനാണെങ്കിൽ യൂട്യൂബില് രാധ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കഥകൾ നോക്കിയപ്പോഴാണ് ആകസ്മികമായി ദിലീപ് സാറിന്റെ ചാനലിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ രാധയുടെ പ്രണയമൊക്കെ കണ്ടു തുടങ്ങി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അഷ്ടപതി ഇങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പൊ അഷ്ടപതി വരുന്നു എന്ന് കണ്ടു. അപ്പൊ എന്റെ മനസ്സിൽ അഷ്ടപതി എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ. പിന്നെ സംസ്കൃതമാണെന്നും അറിയാം, അത് എഴുതിയത് ജയദേവ കവിയാണ്, രാധാകൃഷ്ണ പ്രണയമാണെന്നും അറിയാം. അതിൽ കൂടുതൽ എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ എന്റെ മനസ്സിൽ ദൈവമേ, ഇത് മുഴുവൻ സംസ്കൃതമാണ്, മനസ്സിലാവുമോ, അതും ശ്ലോകങ്ങളാണ് എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടത് വന്നപ്പോ കേട്ട് കഴിഞ്ഞപ്പോ ഒരുപാട് ഇഷ്ടമായി. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറിന്റെ അവതരണം സ്വയം മറന്ന് ഒരു ധ്യാനം പോലെ രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് അത്രയും നന്നായി നമ്മളെയൊക്കെ മറ്റൊരു ലോകത്തേക്ക്, എന്താ പറയുന്നത്, ഒരു ഉത്തമ പ്രണയം അല്ലെങ്കിൽ ശുദ്ധ പ്രണയം എന്താണെന്ന് രാധാകൃഷ്ണ പ്രണയത്തിലൂടെ നമുക്ക് ഓരോ വാക്കിലൂടെയും വരിയിലൂടെയും അർത്ഥം പറഞ്ഞു തന്ന് അത്രയും ആത്മാർത്ഥമായി നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു ചാനൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ പല ചാനലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും പ്ലെയിൻ ആയിട്ട് വരികളുടെ അർത്ഥം പറഞ്ഞങ്ങ് പോവുക. സാറിന്റെ എന്ന് വെച്ചാൽ ഒരു വാക്കിന്റെ തന്നെ പല അർത്ഥം പറയും, ആ വരികളുടെ തന്നെ പല അർത്ഥങ്ങള്. അത് മാത്രല്ല, ഇപ്പൊ തന്നെ ചങ്ങമ്പുഴ ഈ
ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ആ കവിത പറയും, അതിന്റെ അർത്ഥം പറയും. പിന്നെ ഗോസ്വാമികൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ക്ലാരിഫിക്കേഷൻ എക്സ്പ്ലനേഷനും സാറ് ചെയ്യും. പിന്നെ നാട്യശാസ്ത്രത്തിൽ എന്താ പറയണത്, പലതരത്തിലുള്ള നായികമാരുണ്ട്, വിപ്രലംബയുണ്ട്, ഉത്കണ്ഠിത ഉണ്ട്, അങ്ങനൊക്കെ പറഞ്ഞിട്ട് പല തലത്തിലേക്ക് സാർ ഈ അഷ്ടപതിയെ എത്തിക്കുന്നുണ്ട്. അപ്പോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കൊച്ചു കുട്ടിയെ പോലെ അഷ്ടപതി എന്നുള്ള പേര് മാത്രം കേട്ടിട്ട് ഈ ചാനല് കാണാൻ വന്ന ആളാണ് ഞാൻ. എനിക്ക് ശരിക്കും ഒരു നിധി കിട്ടിയ പോലെയാണ് ഈ അഷ്ടപതി കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയത്. അപ്പോ ഇപ്പൊ അഷ്ടപതി സാർ ഇംഗ്ലീഷിലും തുടങ്ങാൻ പോകുന്നു എന്ന് കേട്ടു. ഒരുപാട് 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 ആശംസകൾ. ശരിക്കും വളരെ നല്ല കാര്യമാണ്. കാരണം അത് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വേറെ പല സംസ്ഥാനത്തിലുള്ളവർക്കും ഇതിപ്പോ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പം ഇംഗ്ലീഷിലും ചെയ്യുവാണെങ്കിൽ ഗ്ലോബലി തന്നെ പല തലത്തിലേക്ക്, ഒരുപാട് പേരിലേക്ക്, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് എന്നുള്ള ഒരു തലത്തിലേക്ക് അഷ്ടപതി എത്തുന്നതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട്. അതിന് ഇനിയും ഒരുപാട് ഒരുപാട് ദൂരം ഈ 100ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് സാറിന്റെ അഷ്ടപതി ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ. അതിന് സാറിന് രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതിന് ആയുരാരോഗ്യ സൗഖ്യം സാറിന് ഉണ്ടാകാൻ അവർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാറ് ഒരു ധ്യാനം പോലെയാണ് ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. നമ്മൾ പ്രവൃത്തിയാണ് പൂജ എന്ന് പറയില്ല, അതുപോലെ ധ്യാനം പോലെ ഓരോ എപ്പിസോഡും സ്വയം മറന്ന് രാധാറാണിയിൽ അർപ്പിച്ച് ചെയ്യുന്ന, അതുകൊണ്ടാണ് ഓരോ അഷ്ടപതി എപ്പിസോഡിന്റെയും വിജയം തന്നെ. അഷ്ടപതിയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. അഷ്ടപതി കാണുന്നത് ഒരു ശീലമാക്കുക. അപ്പോൾ ഇനി നമ്മുടെ നാരായണീയം പാടിത്തരുന്നത് മറ്റാരുമല്ല, ഞാൻ ഒരു പരിചയപ്പെടുത്തലുമില്ലാതെ നിങ്ങൾക്ക് സുപരിചിതയായി മാറിയ, നിങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായി മാറിയ കൃഷ്ണശ്രീ. കൃഷ്ണശ്രീയെ കുറിച്ച് ഇനി ഞാൻ ഒന്നും പറയണ്ട. കാരണം എന്തുകൊണ്ട്, കൃഷ്ണശ്രീയുടെ ക്വാളിറ്റീസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഇപ്പൊ കാണാപ്പാടമാണില്ലേ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പറഞ്ഞേ കൃഷ്ണശ്രീയുടെ ക്വാളിറ്റീസ് എന്താണെന്ന്. നിങ്ങൾക്ക് എല്ലാം ഇപ്പൊ കാണാപ്പാടമാണ്, എനിക്കറിയാം. പറഞ്ഞു. ഒന്ന്, ആരാണ്? ഓൾ ഇന്ത്യ റേഡിയോ ഫസ്റ്റ് ഗ്രേഡഡ് ആർട്ടിസ്റ്റ്. രണ്ടാമത്തത് ജനൻ ടി വിയിലെ പാടൂ നേടൂ വിന്നർ. കണ്ടില്ലേ, ജനൻ ടി വിയിൽ 1ാം സ്ഥാനത്ത് മത്സരത്തിലെത്തിയ ആള്. മൂന്നാമത്തത് നിങ്ങൾ പറയില്ല, നിങ്ങൾക്ക് കാണാപ്പാടമല്ലേ. പറഞ്ഞു. ഏഷ്യാനെറ്റ് സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റ്. പിന്നെ ആരാണ്? എന്തായിരിക്കും അടുത്തത്? പറഞ്ഞേ. ഫ്ലവർ ടി വി മ്യൂസിക്കൽ വൈഫ് റണ്ണറപ്പ്. പിന്നെ പ്ലേ ബാക്ക് സിംഗർ, റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ്, സ്റ്റേജ് പെർഫോമർ, ടീച്ചർ ആൻഡ് വോയിസ് ട്രെയിനർ എന്ന് വേണ്ട വേറെന്താണ് ഇല്ലാത്തതെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃഷ്ണശ്രീയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സിൻസിയാരിറ്റിയാണ്. എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങളുടെ കുട്ടികളെയൊക്കെ നിങ്ങൾ റിയാലിറ്റി ഷോകളിലൊക്കെ വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും കൃഷ്ണശ്രീയുടെ അടുക്കലേക്ക് വിടുക. ഒരു പ്രൈസ് ഉറപ്പാണ് നിങ്ങൾക്ക്. കൃഷ്ണശ്രീയുടെ ഫോൺ നമ്പർ ഞാൻ കൃഷ്ണശ്രീ പാടുന്നതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ പോസ്റ്റ് മാസ്റ്ററാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മോളെ അവൻ പലയിടത്ത് കൊണ്ടുവന്ന് പഠിക്കാനാക്കിയിട്ടുണ്ട്. മ്യൂസിക്കലിന് പഠിക്കാനാക്കും. അവൻ 1 മാസം വിടും, പിന്നെ വിടത്തില്ല. അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, കൊച്ചങ്ങനെ പറയും, ഇങ്ങനെ പറയും. അവസാനം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാമൊക്കെ കണക്ക് തന്നെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനല്ല, നീ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഇപ്പോൾ അവൻ്റെ ഒപ്പീനിയൻ ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അവൻ പറയുന്നത് എന്തൊരു സിൻസിയാരിറ്റിയാണ്. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഭയങ്കര സിൻസിയാരിറ്റിയാണ്, ആത്മാർത്ഥമായിട്ടാണ് പഠിക്കുന്നത് എന്ന് മാത്രമല്ല മ്യൂസിക്കിൽ സ്വയം റിസർച്ച് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി കുട്ടികളെ പഠിപ്പിക്കും. എപ്പോൾ ഏത് സമയത്ത് എന്ത് വിളിച്ചാലും കൃഷ്ണശ്രീ അതിന് മറുപടി കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ തയ്യാറാണ്. ഒരു ദിവസം ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ടൈം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നിലും കൃഷ്ണശ്രീക്ക് ഒരു മടിയില്ല. അപ്പം എൻ്റെ കൂട്ടുകാരൻ ഇത്രയും വലിയ അഭിപ്രായം പറയണമെങ്കിൽ കൃഷ്ണശ്രീ ഞാൻ നമിക്കുന്നു. കാരണം അവൻ അങ്ങനെ ആരെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതല്ല. അപ്പോൾ കൃഷ്ണശ്രീക്ക് എന്താ പറയേണ്ടത്? നിങ്ങൾ ആലോചിക്കുക, കൃഷ്ണശ്രീയുടെ അടുത്ത് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് മ്യൂസിക് പഠിക്കാം. നിങ്ങൾ കൃഷ്ണശ്രീയെ വിളിച്ചാൽ മതി, ഓൺലൈനിലൂടെ നിങ്ങൾക്ക് മ്യൂസിക് പഠിക്കാം. അമേരിക്കയിലിരുന്ന്, ലണ്ടനിലിരുന്ന്, കാനഡ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നിരവധി സ്റ്റുഡൻറ്റുകളാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണശ്രീ, നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ ആത്മാർത്ഥതയുള്ള
കൃഷ്ണശ്രീ. കൃഷ്ണശ്രീ നാരായണീയം ആലപിക്കുന്നത് കേൾക്കൂ. 6-ാം ദശകം 5-ാം ശ്ലോകം. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോഷ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശനാശമനശ്ച ദംഷ്ട്രാ. അപ്പോൾ ഈ 5-ാമത്തെ ശ്ലോകം വളരെ മനോഹരമായിട്ട് ഹൃദയത്തിൽ തട്ടുന്ന വിധത്തിൽ നമ്മുടെ കൃഷ്ണശ്രീ പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഇനി ഇത് നിങ്ങളെ പഠിപ്പിക്കാം. നിശേഷ വിശ്വരചനാച കടാക്ഷ മോക്ഷ കർണൗ ദിശോ അശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രവേ ച ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാച്ഛ ദശന ശമനച്ഛ ദംഷ്ട്ര. അർത്ഥം എഴുതിക്കോ നിങ്ങൾ. നിശേഷ വിശ്വരചന. നിശേഷ വിശ്വരചന അർത്ഥം ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടി. ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടി. കടാക്ഷ മോക്ഷ അർത്ഥം കടക്കൺ നോട്ടം, കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം. കർണൗ കർണൗ ചെവികൾ, കർണൗ ചെവികൾ. ദിശ ദിശ ദിക്കുകൾ, ദിശ ദിക്കുകൾ. അശ്വിയുഗളം അശ്വിനി ദേവന്മാരും. അശ്വിയുഗളം എന്നെഴുതിയിട്ട് അർത്ഥം എഴുതണം. അശ്വിനി ദേവന്മാരും. തവ അങ്ങയുടെ. നാസിക മൂക്കിലെ ദ്വാരങ്ങൾ, നാസിക മൂക്കിലെ ദ്വാരങ്ങൾ. ദ്വേ രണ്ട്. നാസികേ ദ്വേ മൂക്കിലെ 2 ദ്വാരങ്ങൾ. നാസികേ ദ്വേ മൂക്കിലെ 2 ദ്വാരങ്ങൾ. ലോഭം അത്യാഗ്രഹം, ലോഭം അത്യാഗ്രഹം. പിന്നെ പിശുക്കെന്നും അർത്ഥമുണ്ട്. ത്രപേ ത്രപേ ലജ്ജ, ത്രപേ ലജ്ജ. ഭഗവൻ ഭഗവാന്റെ. അധരം കീഴ്ചുണ്ട്, താഴത്തെ ചുണ്ട്. അധരം കീഴ്ചുണ്ട്. ഉത്തര ഓഷ്ടം മേൽചുണ്ട്, മേളിലത്തെ ചുണ്ട്. നമുക്ക് 2 ചുണ്ടുണ്ടല്ലോ, താഴെ ഒന്ന് മുകളിലൊന്ന്. ഉത്തര ഓഷ്ടം മേൽചുണ്ട്. താരാഗണാജ അർത്ഥം നക്ഷത്രഗണങ്ങളും. താരാഗണാജ നക്ഷത്രഗണങ്ങളും. ദശന ദശന പല്ലുകൾ, ദശന പല്ലുകൾ. ശമനാച യമനും കാലൻ, ശമനാച യമനും. ദംഷ്ട്ര വലിയ പല്ല്, ദംഷ്ട്ര വലിയ പല്ല്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങ് കടക്കണ്ണുകൊണ്ടൊന്ന് നോക്കിയപ്പോഴാണ് ഈ ലോകം ഉണ്ടായതെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ കടക്കണ്ണു കൊണ്ടുള്ള നോട്ടത്തിലാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാനെ, ഞങ്ങളുടെ ഗുരുവായൂരപ്പ, അങ്ങയുടെ ചെവികളാണ് 2 ദിക്കുകളും. അപ്പൊ ദിക്കുകളെന്ന് പറയുന്നത് ഭഗവാന്റെ ചെവികളാണ്. അങ്ങയുടെ മൂക്കിന്റെ ദ്വാരങ്ങളാണ് ആരെന്ന് പറയുന്നത്? അശ്വിനി ദേവന്മാര്. അപ്പൊ അങ്ങയുടെ ചെവികള് ദിക്കുകളാണ്. അങ്ങയുടെ മൂക്കിന്റെ 2 ദ്വാരങ്ങളാണ് അശ്വിനി ദേവന്മാര്. അങ്ങയുടെ താഴത്തെ ചുണ്ട്, അങ്ങയുടെ കീഴ്ചുണ്ട് അത്യാഗ്രഹമാണ്. അങ്ങയുടെ മുകളിലത്തെ ചുണ്ടുണ്ടല്ലോ, അപ്പൊ അങ്ങയുടെ കീഴ്ചുണ്ട് അത്യാഗ്രഹമാകുന്നു, പിശുക്കാകുന്നു. മേൽചുണ്ടെന്ന് പറയുന്നത് ലജ്ജയാകുന്നു, ലജ്ജ. അപ്പം അതെന്താണെന്നൊക്കെ വിശദമായി പറഞ്ഞു തരാം. ലജ്ജയാകുന്നു. അങ്ങയുടെ പല്ലുകളാകട്ടെ നക്ഷത്രഗണങ്ങളാകുന്നു. അതിൽ തന്നെ വലിയ പല്ലാരാകുന്നു? യമനാകുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ലോകം സൃഷ്ടിച്ചത് ആരാണ്? ഗുരുവായൂരപ്പൻ. ഒരു നോട്ടം കൊണ്ടാണ് ഗുരുവായൂരപ്പൻ ഈ ലോകം സൃഷ്ടിച്ചത്. ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ചെവികളാണ് ദിക്കുകൾ. ഗുരുവായൂരപ്പന്റെ മൂക്കിന്റെ ദ്വാരങ്ങളാണ് അശ്വനി ദേവന്മാര്.
ഗുരുവായൂരപ്പൻ്റെ താഴത്തെ ചുണ്ടാണ് അത്യാഗ്രഹം, മുകളിലത്തെ ചുണ്ടാണ് ലജ്ജ. ഗുരുവായൂരപ്പൻ്റെ പല്ലുകളാണ് നക്ഷത്രഗണങ്ങൾ. അതിൽ തന്നെ വലിയ പല്ലുണ്ട്. ആ വലിയ പല്ലാണ് ആരെന്ന് പറയുന്നത്? നമ്മൾ ദംഷ്ട്രം എന്ന് പറയും. അതാണ് സാക്ഷാൽ യമൻ അല്ലെങ്കിൽ കാലൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകാം. കാരണം ഭഗവാന്റെ ചുണ്ട് അത്യാഗ്രഹം എന്ന് പറയുന്നു. അങ്ങനെ ഒന്ന് ഭഗവാന്റെ ചുണ്ടിലോ ഉണ്ട്. അത് ആ വരി എടുക്കുമ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് വരാം. നോക്കേ, നിശേഷ വിശ്വരചനാച്ച കടാക്ഷ മോക്ഷ. നിശേഷ വിശ്വരചന അർത്ഥം ലോകത്തിൻ്റെ മുഴുവനും സൃഷ്ടി. കടാക്ഷ മോക്ഷ അർത്ഥം കടക്കൺ നോട്ടം. അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയുടെ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടമാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഇതാണ്: ഭഗവാന്റെ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടത്തിൽ നിന്നാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടി നടന്നിരിക്കുന്നത്. 5-ാമത്തെ ദശകം 3-ാമത്തെ ശ്ലോകത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ഗാഠമായ നിദ്രയിൽ നിന്ന് ഉണരുന്നു. അപ്പോൾ പ്രളയം വന്നു, മഹാപ്രളയത്തിൽ സകലതുമില്ലാതായി ഭഗവാൻ ആനിരയിൽ നിദ്ര ആരംഭിച്ചു. അങ്ങനെ ഗാഠമായ നിദ്രയിൽ നിന്നും ഭഗവാൻ ഉണരുകയും ഉണർന്ന ഭഗവാന് ഒരു ലീലാവിലാസമാടാൻ തോന്നുകയും ചെയ്തു. അല്പം രസിക്കാൻ തോന്നി. അങ്ങനെ നമ്മുടെ ഭഗവാൻ എന്തു ചെയ്തു? തൻ്റെ നോട്ടം മായയിലേക്ക് വിട്ടു. അങ്ങനെ മായയെ ഭഗവാൻ ഒന്ന് നോക്കിയതോടുകൂടി അതുവരെ തുല്യ അളവിലുണ്ടായിരുന്ന സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും അതിൻ്റെ ബാലൻസ് തെറ്റി. അപ്പം അതുവരെ സത്വഗുണം 50%, രജോ ഗുണം 50%, തമോ ഗുണം 50% എന്ന് വെച്ചോ. ഞാൻ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. 3 ഒരേ കണക്ക്. പക്ഷെ ഭഗവാനൊന്നും, അപ്പം സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരുപോലെ ഇരുന്നാൽ ഒരിക്കലും സൃഷ്ടി നടക്കില്ല. ചില സൃഷ്ടിയിൽ സത്വഗുണം കൂടിയിരിക്കും, ചിലതിൽ രജോ ഗുണം കൂടിയിരിക്കും, ചിലരിൽ തമോ ഗുണം കൂടിയിരിക്കും. ഇപ്പോൾ പോലീസുകാരിലൊക്കെ രജോ ഗുണമാണ് കൂടുതലായിട്ടുള്ളത്. അതിൽ തന്നെ ഇടിച്ച് ആളുകളെയൊക്കെ കൊല്ലുന്ന പോലീസുകാരന് തമോ ഗുണമാണ്. പട്ടാളക്കാർക്ക് രജോ ഗുണമാണ്. സന്യാസിയിൽ സത്വഗുണമാണ് കൂടുതൽ. സിംഹങ്ങളിലൊക്കെ തമോ ഗുണമാണ് കൂടുതൽ. അപ്പം ഏതാണ്? സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരുപോലെ ഇരുന്നാൽ സൃഷ്ടി നടക്കില്ല. പ്രളയകാലത്ത് ഇത് 3ഉം ഒരുപോലെയായിരുന്നു. ഭഗവാൻ ഒന്ന് നോക്കിയതോടുകൂടി മായ ക്ഷോഭിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അതിസുന്ദരിയായ ഒരു സ്ത്രീ ഒരു പുരുഷനെ നോക്കുമ്പോൾ അതുവരെ ബാലൻസിലിരുന്ന അവൻ്റെ മനസ്സ് ഇളക്കം തട്ടി തുടങ്ങും. ആ ഒരു നോട്ടത്തിൽ അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും, അവൻ്റെ പ്രഷർ വർദ്ധിക്കും. ഇത് ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതാ. ഇതുപോലെ ഭഗവാൻ മായയെ ഒന്ന് നോക്കിയതോടുകൂടി മായയിൽ 50% ഉണ്ടായിരുന്ന സത്വഗുണം ചിലപ്പോൾ 80 കാണും, രജോ ഗുണം 40 കാണും, തമോ ഗുണം 20 കാണും, അല്ലെങ്കിൽ 30 കാണും. അങ്ങനെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും തുല്യമായി ഇരുന്നത് ആ സന്തുലിതാവസ്ഥയ്ക്ക് നോട്ടം സംഭവിച്ചു. അങ്ങനെ എന്തുണ്ടായി? ഈ സൃഷ്ടി, ഈ 14 ലോകങ്ങളും ഉണ്ടായി. അപ്പോൾ ഒടുവിൽ ഭഗവാൻ തൻ്റെ കടക്കൻ നോട്ടം എവിടെ നിന്ന് പിൻവലിച്ചു? മായയിൽ നിന്ന് പിൻവലിച്ചപ്പോഴേക്കും ഈ ലോകത്തിൻ്റെ സൃഷ്ടി പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. ഭഗവാൻ മായയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സൃഷ്ടി നടക്കുന്നത്. ഭഗവാൻ എപ്പോഴാണോ തൻ്റെ നോട്ടം മായയിൽ നിന്ന് പിൻവലിച്ചത്, അതോടെ ഈ 14 ലോകങ്ങളുടെയും സൃഷ്ടി പൂർത്തിയാവുകയും അവിടെ സർവജീവജാലങ്ങളും, ചില മണ്ഡലങ്ങളിൽ ദേവന്മാരും ദേവതകളും, ചിലയിടത്ത് മനുഷ്യരും, ചിലയിടത്ത് അസുരന്മാരും, പക്ഷികളും മൃഗങ്ങളും പുഴുവും പല്ലിയും പാറ്റായും എല്ലാം ഭഗവാന്റെ നോട്ടം പിൻവലിക്കുന്നതിന് മുമ്പ്
ഇവരെല്ലാം വന്നു കഴിഞ്ഞു. നോട്ടം പിൻവലിച്ചതോടുകൂടി 14 ലോകങ്ങളും നിലവിൽ വന്നു എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ വരി നോക്കേ. കർണൗ ദിശോ അശ്വയുഗളം തവ നാസികേ ദ്വേ. കർണൗ ചെവികള്, ദിശ ദിക്കുകളാകുന്നു, അശ്വയുഗളം അശ്വനീ ദേവന്മാരും, തവ അങ്ങയുടെ, നാസിക മൂക്കില ദ്വാരങ്ങൾ, ദ്വേ ഈ 2 ദ്വാരങ്ങളും ഏതാകുന്നു? അശ്വനീ ദേവന്മാരാകുന്നു. അപ്പൊ രണ്ടാമത്തെ വരി ഒരുപാട് വിവരണം അർഹിക്കുന്ന ഒരു വരിയാണ്. ശ്രദ്ധിച്ചു കേട്ടോളണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടി നടന്നു കഴിഞ്ഞു. സൃഷ്ടി നടന്ന് പൂർത്തിയായപ്പോൾ ഭഗവാൻ മായയിൽ പതിപ്പിച്ച കണ്ണുകൾ പിൻവലിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഭഗവാന്റെ ചെവികളാണ് ദിക്കുകളായി രൂപാന്തരപ്പെട്ടത്. ഭഗവാന്റെ മൂക്കിനകത്തുള്ള 2 ദ്വാരങ്ങളാണ് അശ്വനീ ദേവന്മാരായി മാറിയത്. ഇവിടെ ശ്രദ്ധിച്ചോളണം. ഭഗവാന്റെ ചെവികളാണ് ദിക്കുകളായി മാറിയത്. ശരിക്കും പറഞ്ഞാൽ 8 ദിക്ക്, അതിൻ്റെ കൂടെ പിന്നെ അഡീഷണൽ ആയിട്ട് 2 വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ അഷ്ടദിക് പാലകരെന്നാണ് പറയുന്നത്. അത് കൂടാതെ 2 ദിക്കും വെച്ച് അവർക്ക് പ്രത്യേകമായ ദേവതകളും ഉണ്ട്. ഓർമ്മിക്കുക, ഭഗവാന്റെ ചെവികളാണ് ദിക്കുകൾ. അതുകൊണ്ട് തന്നെ ഓരോ ദിക്കുകളെയും സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ദേവതകളെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഓരോ ചുമതലയും കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ദിക്ക്, അതിൻ്റെ സംരക്ഷിക്കേണ്ട ചുമതല ഇന്ദ്രനാണ്. അപ്പൊ കിഴക്ക് ദിക്കിലിരിക്കുന്ന ഇന്ദ്രനാണ് നമുക്ക് മഴ വേണ്ട സമയത്ത് മഴ തരും. ഇടിയും മിന്നലും മഴയും ഇതൊക്കെ നൽകുന്നത് ഇന്ദ്രനാണ്. തെക്ക് ദിശയാണ് യമൻ, നമ്മൾ കാലൻ എന്ന് വിളിക്കും. യമൻ മരണം. ഈ യമൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ എവിടെ എങ്ങനെ ജീവിക്കുമായിരുന്നു? അപ്പൊ യമൻ കൃത്യമായിട്ടും പോകേണ്ട സമയം വരുമ്പോൾ ആളുകളെ കൊണ്ടുപോകും. പിന്നെ നീതി നടപ്പാക്കുന്ന ആളാണ്. അതായത് മരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ ശരീരത്ത് നിന്ന് ഒരു ലെയർ പുറപ്പെടുന്നുണ്ട്. ആ ലെയറിൽ നിങ്ങൾ എന്തൊക്കെ ജീവിച്ചിരുന്നപ്പം ചെയ്തിട്ടുണ്ടോ ആ പ്രവർത്തികൾ മൊത്തം റെക്കോർഡഡ് ആണ്. ആ പ്രവർത്തികൾക്കനുസരിച്ച് നിങ്ങൾക്ക് ശിക്ഷയും രക്ഷയും നൽകുന്ന ആട് യമനാണ്, നീതി നടപ്പാക്കുന്നത്. ഓർമ്മിക്കുക, ഈ ജീവിച്ചിരിക്കുമ്പം കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾക്കൊക്കെ മരിക്കുമ്പം സമാധാനം പറയേണ്ടി വരും. നിങ്ങൾ ആരോടൊക്കെ അനീതി ചെയ്തിട്ടുണ്ട്, ആരോടൊക്കെ കോപിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ, ഇതിനൊക്കെ മരിച്ചു കഴിയുമ്പോൾ യമൻ ശിക്ഷ തരും. അല്ലാതെ ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ടെന്ന് ഇവിടെ ഇരുന്നപ്പോൾ ന്യായീകരണോ? എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചെയ്യത്തില്ല. മനസ്സിലായ? അവനല്ലേ ആദ്യം ചെയ്തത്, എന്നെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടല്ലേ. ഇതിനൊരു നിയമമുണ്ട്. നമ്മളിപ്പോ പറയത്തില്ലേ, ചുമന്ന ലൈറ്റ് കത്തിയാൽ വണ്ടി അവിടെ നിർത്തണം, പച്ച ലൈറ്റ് കത്തിച്ചിട്ടേ പോകാവൂ. നിയമമാണ്, അതനുസരിക്കണം. ഭൂമിയിൽ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ഒരു നിയമമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മറുപടി പറയാതിരിക്കുക, കോപിക്കാതിരിക്കുക, ആരോടും അസൂയപ്പെടാതിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക, മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാതിരിക്കുക, അവർക്ക് ദ്രോഹം വരുന്ന ഒരു വാക്കും പ്രവൃത്തിയും ഉണ്ടാകാതിരിക്കുക. ഇങ്ങനെ നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമം തെറ്റിച്ചിട്ട് ഇവിടെ കിടന്ന് ന്യായം പറയാം. കൂട്ടുകാരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ശരിയാടേ, ഇയാൾ ചെയ്തതാടേ ശരി, അവർ പറഞ്ഞിട്ടാടേ ഇയാൾ ചെയ്തത്. യമൻ്റെ അടുത്ത് വല്ല രക്ഷയും ഉണ്ടോ? യമൻ വാതുറക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുക. യമൻ മരണത്തിൻ്റെയും നീതിയുടെയും ദേവതയാണ്. മരണസമയമെടുക്കുമ്പോൾ യമൻ വരും. ഭൂമിയിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള സകല വിക്രിയകൾക്കും യമന്റെ മുന്നേ കണക്ക് പറയേണ്ടി വരും. ഇപ്പം നിങ്ങളുടെ പ്രവൃത്തി ശരിയാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ച ഒരാളും അന്ന് കാണത്തില്ല എന്നറിയുക. അപ്പൊ ഇതുവരെ വല്ലവരടുത്തും കോപിച്ചിട്ടുണ്ടെങ്കിലോ അസൂയ തോന്നിയിട്ടുണ്ടെങ്കിലോ ആരുടെത്തെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിലോ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ യമഭഗവാനോട് മാപ്പ് പറഞ്ഞിട്ട് ഇനി മുതലെങ്കിലും നല്ല ജീവിതം നയിക്കാൻ നോക്കും. ഇനി പടിഞ്ഞാറേ ദിക്കിൻ്റെ അധിപൻ വരുണനാണ്.
വരുണനാണ് സമുദ്രത്തിൻ്റെയും ജലത്തിൻ്റെയും അധിപൻ. അപ്പം നമുക്ക് ജലമൊക്കെ തരുന്നത് ആരാണ്? വരുണനാണ്. അപ്പം നമ്മൾ സമുദ്രതീരത്ത് പോയാൽ ആ വരുണ ഭഗവാനെ മനസ്സുകൊണ്ട് വണങ്ങണം. ഏത് നദി കണ്ടാലും വരുണ ഭഗവാനെ വണങ്ങണം. ജലത്തെ ബഹുമാനിക്കാത്തവനാണ് തുള്ളി ജലം പോലും കിട്ടാതെ മരിച്ചു പോകുമെന്ന് നമ്മൾ പറയുന്നത്. വടക്ക് ദിക്കിൻ്റെ അധിപനാണ് കുബേരൻ. നമുക്ക് ധനം, ഐശ്വര്യം ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുബേരനെ ധ്യാനിക്കണം. അല്ലെങ്കിൽ എന്നും വടക്ക് ദിക്കിനെ നോക്കി നിങ്ങൾ തൊഴുക. വടക്ക് ദിക്കിനെ നോക്കി കുബേരനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുക. അപ്പം നിങ്ങൾക്ക് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല, വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും. അപ്പം ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവനാണ് ആരെന്ന് പറയുന്നത്? കുബേരൻ. അദ്ദേഹമാണ് വടക്കേ ദിക്ക് നോക്കി നടത്തുന്നത്. ഇനി തെക്ക് കിഴക്ക്, അതാണ് അഗ്നിയാണ്. അവിടെ തെക്ക് കിഴക്കിലാണ് അഗ്നി അല്ലെങ്കിൽ വരുണൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് വരുണനെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അടുപ്പ് കത്തിക്കുന്നത്. ഇതിനെയൊക്കെ നമ്മൾ അഗ്നി കോണെന്നും പറയാറുണ്ട്. അതേ കണക്ക് തെക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറേ ദിക്കിന് അതിൻ്റെ ദേവനാണ് നൈരുത്യ എന്ന് പറയും. നൈരുത്യ. ഈ നൈരുത്യയാണ് നാശത്തിൻ്റെ ക്ഷയം. ഒരു വസ്തു ക്ഷയിക്കുന്നത്, ഏത് വസ്തു എപ്പോൾ ക്ഷയിക്കണം എന്ന് നിശ്ചയിക്കുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ മരിച്ച് നിങ്ങളെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ക്രിസ്ത്യാനൊക്കെ ആണെങ്കിൽ അവർ കുഴിച്ചിടും. അത് എപ്പം ക്ഷയിച്ചില്ലാതാകണം, അതിന് ആ ക്ഷയത്തിൻ്റെ ദേവനാണ് ആരെന്ന് പറയുന്നത്? നൈരുത്യ. നിരസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങളെല്ലാം. അപ്പം നിങ്ങൾ മോശപ്പെട്ടൊരു കാര്യം ചെയ്യുന്ന ആളാണ്. അപ്പം നിങ്ങൾക്കൊരു ഗുണാനുഭവം വന്നാൽ അതിനെ നിരസിക്കും, അതിനെ തട്ടി മാറ്റിക്കളയും. കാരണം ഈ ദിക്കുകൾ കണ്ണും കാതും കൂർപ്പിച്ച് നിങ്ങളുടെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ വടക്കു പടിഞ്ഞാറാണ്. ആ വടക്കു പടിഞ്ഞാറാണ് വായുദേവൻ, കാറ്റിൻ്റെ ദേവനാണ് ആരെന്ന് പറയുന്നത്? വടക്കു പടിഞ്ഞാറ്. നമ്മുടെ ശ്വാസത്തിൻ്റെ ദേവനും പിന്നെ വായു ഭഗവാനാണ്. നല്ല പ്രവർത്തികൾ ചെയ്തില്ല എങ്കിൽ ശ്വാസമെടുക്കാതെ ബുദ്ധിമുട്ടും. വീട്ടിൽ വരുന്ന പാറ്റയെയും പല്ലിയെയും പല്ലിയൊക്കെ അടിച്ചു കൊല്ലുന്നവനുണ്ടല്ലോ, ആ പാറ്റ ശ്വാസം മുട്ടി ചാവുന്നത് പോലെ ഒടുവിൽ ശ്വാസം മുട്ടി ചാകേണ്ടതായിട്ട് വരും. അതായത് ആലോചിക്കുക, അങ്ങനെ വായു ഭഗവാനെ നിന്ദിക്കുന്നവനൊക്കെയാണ് ഈ ആസ്മ രോഗമൊക്കെ പിടിപെടുന്നതെന്നുള്ള കാര്യം നിങ്ങൾ അറിയുക. വടക്ക് കിഴക്കേ ദിക്ക്, വടക്ക് കിഴക്കേ ദിക്ക് അത് ശിവന്റെ രൂപമായ ഈശാനന്റെ അല്ലെങ്കിൽ ഈശാൻ എന്നും പറയും. ഈശാനന്റെ ദിക്കാണ് ആരെന്ന് പറയുന്നത്? വടക്ക് കിഴക്ക്. ഏത് ശുഭകരമായ കാര്യങ്ങളും നമുക്ക് നടത്തി തരുന്നത് വടക്ക് കിഴക്ക് ദിക്കാണ്. നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്ന എല്ലാ ശുഭകരമായ കാര്യങ്ങളും ഈശാൻ എന്ന ദേവൻ, ഈശാന അല്ലെങ്കിൽ ഈശാൻ എന്ന ദേവനാണ്. അത് ശിവന്റെ ഒരംശമാണ്. പിന്നെ അഡീഷണലായി ഇപ്പം 8 ദിക്കായി. ഇതുകൂടാതെ അഡീഷണലായിട്ട് 2 ദിക്കുണ്ട്. ഒന്ന് ഊർധ്വ ദിക്ക്, മുകളിലുള്ളത്. അവിടെയാണ് ബ്രഹ്മാവ് അവിടെ ഇരുന്ന് സൃഷ്ടി നടത്തുന്നു. 2 അധോ ദിക്ക്, നമ്മുടെ അധോ ലോകം. അവിടം ഭരിക്കുന്നത് ആരാകുന്നു? സാക്ഷാൽ ആദിശേഷനാണ്. ഏത് ഭരിക്കുന്നത്? അധോ ലോകം ഭരിക്കുന്നത്. ഇതിൽ തന്നെ പുണ്യദിശകളുണ്ട്. ആരൊക്കെയാണ് പുണ്യദിശകളെന്ന് നോക്കുക. വടക്ക് പുണ്യദിശയാണ്, തെക്ക്, പിന്നെ കിഴക്ക് പടിഞ്ഞാറ്, പിന്നെ അവർ പറയുന്നത് ഭൂമി, ആകാശം. ഇവയൊക്കെ പുണ്യദിക്കുകളാണ്. മനസ്സിലായി? വടക്ക്, തെക്ക്, കിഴക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഭൂമി, ആകാശം. മനസ്സിലായി? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഭൂമി, ആകാശം. ഇവരെ 6 പോയിന്റ്സ് എന്ന് വിളിക്കുന്നു. മനസ്സിലായി? വടക്ക്, തെക്ക്, കിഴക്ക്, പിന്നെ പടിഞ്ഞാറ്, ഭൂമി, ആകാശം. ഇതിനെ 6 പോയിന്റ്സ് എന്ന് വിളിക്കുന്നു. വാൻഡോട്ട് ജനതയ്ക്ക് ഇത് പുണ്യഭൂമിയാകുന്നു. മിഷിഗൺ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകർ ഈ 6 പോയിന്റ്സിനെ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ള സത്യം നിങ്ങൾ അറിയുക. അപ്പം നമുക്ക് ദിശകളിൽ തന്നെ പുണ്യദിശകളുണ്ട്. ഈ ദിശകളിൽ തന്നെ ആത്മീയ ദിശകളുണ്ട്. അത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഇത് 4 എണ്ണമാണ് ആത്മീയ ദിശകൾ എന്നറിയപ്പെടുന്നത്. ഈ വടക്ക് ദിശയിലാണ് ജ്ഞാനം, അറിവും ചിന്തകളും ഒക്കെ ഉള്ളത്. അവിടെയാണ് വടക്ക് ദിശയിലാണ് ജ്ഞാനം, അറിവിൻ്റെ ദിശയാണത്, ചിന്തയുടെ ദിശയാണ്. തെക്ക് ദിശയാണ്
എന്തും ആരംഭിക്കുന്നതിൻ്റെയും വിശുദ്ധിയുടെയും ചിഹ്നം. അതുകൊണ്ടാണ് നമ്മുടെ ശവം തെക്ക് ദിക്കിൽ, ചുടുകാട് തെക്ക് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടുന്ന് ആരംഭിക്കുകയാണ് അടുത്ത ജീവിതം. നിങ്ങളുടെ വിചാരം ചെന്ന് അവസാനിക്കുകയാണെന്നല്ല, ആരംഭം ജനനമാണ്. മനസ്സിലായില്ലേ? ഈ ചുടുകാട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ കത്തിക്കുന്നതോടുകൂടി അടുത്ത ജീവിതത്തിൻ്റെ ആരംഭമായി കഴിഞ്ഞു. വിശുദ്ധിയുടേതാണ് തെക്ക്. കിഴക്കേ ദിക്ക് മോക്ഷത്തിൻ്റെതാണ്. മോക്ഷത്തിൻ്റെയും ആത്മാവിനെ കുറിച്ചുള്ള ചിന്തയുടെയും ദിക്കാണ്. പടിഞ്ഞാറേ ദിക്ക് നിഗമനങ്ങൾ, വേദങ്ങളുടെയും പൂർണ്ണതയുടെയും പരിപൂർണതയുടെയും ദിക്കാണ്. അപ്പോൾ മനസ്സിലായല്ലേ? അപ്പൊ ആത്മീയമായ ദിക്കുകൾ 4 എണ്ണമാണ്. ഒന്ന് വടക്ക്, ജ്ഞാനം, അറിവ്, ചിന്തകളുടെ ദിക്ക്. തെക്ക് ആരംഭം അല്ലെങ്കിൽ വിശുദ്ധിയുടെ ദിക്ക്. കിഴക്ക് മോക്ഷത്തിൻ്റെയും ആത്മാവിൻ്റെയും ദിക്ക്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയത്തില്ലേ, നിങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീടിൻ്റെ മുൻവാതിൽ കിഴക്കോട്ടാണ് തുറക്കേണ്ടത്. കിഴക്ക് ഉത്തമം, പടിഞ്ഞാറ് മധ്യമം, ബാക്കി രണ്ടും അധമം. കാരണം രാവിലെ ഉറക്കം എഴുന്നേറ്റ് വീട് അടച്ചിട്ടിട്ടാ കിടന്ന് ഉറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വായു അവിടെ തങ്ങി നിൽക്കുകയാണ്. രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ജനലുകളൊക്കെ തുറന്നിട്ട് ആ വായുവിനെ കളയുക. വീടിൻ്റെ മുൻഭാഗം തുറക്കുന്നതോടുകൂടി കിഴക്ക് വശത്തുനിന്ന് സൂര്യരശ്മികൾ വീട്ടിൽ കയറുകയും അവിടെ നിൽക്കുന്ന അണുക്കള മുഴുവനും നശിപ്പിക്കുകയും ചെയ്യും. അപ്പം കിഴക്കെപ്പോഴും മോക്ഷത്തിൻ്റെയും ആത്മാവിൻ്റെയും ദിക്കാണ്. പടിഞ്ഞാറാണ് വേദങ്ങളുടെ ദിക്ക്, നിഗമനങ്ങളുടെയും പരിപൂർണതയുടെയും ദിക്ക്. വേദത്തിൻ്റെ ദിക്കാണ് പടിഞ്ഞാറ്. ഈ 4 ആത്മീയ ദിശകൾക്ക് മൃഗങ്ങളുണ്ടെന്നറിയുക. കിഴക്കേ ദിക്കിൻ്റെ പുണ്യമൃഗമെന്ന് പറയുന്നത് ആകാശനീലയുള്ള ഡ്രാഗൺ, നമ്മൾ വ്യാളി എന്ന് പറയും. അതൊരു ശുഭകരമായിട്ടുള്ള മൃഗമാണ്. അപ്പൊ കിഴക്കേ ദിക്കിൻ്റെ മൃഗം ആകാശത്തിൻ്റെ നീലിമയുള്ള ഡ്രാഗണാണ് വ്യാളി. തെക്കേ ദിക്കിൻ്റെതെന്ന് പറയുന്നത് വെർമിലിയൻ പക്ഷിയാണ്. തെക്കേ ദിക്കിൻ്റേത് വെർമിലിയൻ പക്ഷിയാണ്. പടിഞ്ഞാറേ ദിക്കിൻ്റെത് വെളുത്ത കടുവയാണ്, വെളുത്ത കടുവ. വടക്ക് ദിക്കിൻ്റെത് കറുത്ത ആമയാണെന്നറിയുക. വടക്ക് ദിക്കിൻ്റെത് കറുത്ത ആമയാണ്. ഇത്രയും നിങ്ങൾ ദിക്കുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഭഗവാന്റെ 2 ചെവികളിൽ നിന്നാണ് ഇത്രയും അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നത്. ഭഗവാന്റെ ചെവികളാണ് ദിക്കുകളായി, ദിക്കുകൾ അഷ്ടദിക്കുകളായി, അവിടുന്ന് വീണ്ടും 2 എണ്ണം വന്ന് ദശദിക്കുകളായി, ഓരോരുത്തർക്കും ഓരോ ദേവന്മാരായി, അതിലീ പുണ്യദിശകളായി, അതിലീ ആത്മീയ ദിശകളായി, ഓരോ ദിശകൾക്കും പുണ്യ മൃഗങ്ങളായി. കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ 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 കൃഷ്ണ. അങ്ങയുടെ മഹത്വം ചിന്തിക്കുമ്പോൾ തന്നെ കൃഷ്ണ രോമാഞ്ചം വരുന്നു. കൃഷ്ണ എന്ന പേര്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭഗവാനേ രോമങ്ങൾ എഴുന്നു നിൽക്കുന്നു. ഇനി ഭഗവാന്റെ മൂക്കിന്റെ ദ്വാരങ്ങളെ കുറിച്ച് പറയുകയാണ്. അത് അശ്വിനി ദേവന്മാരാണ്. ഭഗവാന്റെ നാസിക അല്ലെങ്കിൽ മൂക്കിന്റെ 2 ദ്വാരങ്ങളും അശ്വിനി ദേവന്മാരാണ്. ആരാണ് അശ്വിനി ദേവന്മാരെന്ന് അറിയണം, അപ്പോഴേ ഭഗവാന്റെ മഹത്വം എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. ഈ അശ്വിനി ദേവന്മാര് 2 പേരാണ്. ഇവര് നാസത്വനെന്നും ദസ്രനെന്നും പേരുള്ള 2 ദേവവൈദ്യന്മാരാണ്. അപ്പൊ 2 ദേവവൈദ്യന്മാര്, ഒരാളുടെ പേര് നാസത്വനെന്നും മറ്റൊരാളുടെ പേര് ദസ്രനെന്നുമാണ്. ദേവവൈദ്യന്മാരെന്നുമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭഗവാനെ സ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധ്യാത്മികമായ രോഗങ്ങൾക്ക് ശമനം കിട്ടും. ആധ്യാത്മികമായ രോഗമെന്ന് പറഞ്ഞാൽ എന്താണ്? ലൗകിക സുഖങ്ങളിൽ മുഴുകി ഭഗവാനെ വല്ലപ്പോഴും മാത്രം ഓർത്ത് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പം മാത്രം ഭഗവാനെ സ്മരിക്കും, അല്ലെങ്കിൽ രാവിലെ വിളക്ക് കത്തിക്കുമ്പം മാത്രം സ്മരിക്കും. ഇതിനെയാണ് ആധ്യാത്മികമായ രോഗമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഭഗവാനെ സ്മരിച്ചാൽ ആധ്യാത്മികമായ രോഗവും മാറിക്കിട്ടും. ഭൗതികമായ രോഗം, പനിയും ചുമയും മറ്റ് മാരക രോഗങ്ങൾ വരെ, ഭൗതിക രോഗങ്ങൾ വരെ മാറിക്കിട്ടുമെന്നാണ് ഭഗവാന്റെ മൂക്കിൻ്റെ 2 ദ്വാരങ്ങൾ ദേവവൈദ്യന്മാരാണെന്ന് പറയുന്നത് കൊണ്ട് നാരായണ ഭട്ടതിരിപ്പാട് ഉദ്ദേശിക്കുന്നത്. കാരണം വൈദ്യന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാന്റെ മൂക്കിൻ്റെ 2 ദ്വാരമാണ്. അപ്പോൾ ഭഗവാനെ സ്മരിച്ചാൽ
രണ്ട് ദുഃഖങ്ങൾക്ക്, രണ്ട് രോഗങ്ങൾക്ക് ശമനം കിട്ടും. ഒന്ന് ആധ്യാത്മിക രോഗത്തിന് ശമനം കിട്ടും. അതായത് നിങ്ങൾ പതുക്കെ പതുക്കെ ഈ ലൗകിക സുഖങ്ങളോട് കൃഷ്ണനെ നിങ്ങൾ ധ്യാനിച്ചാൽ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ലൗകിക സുഖങ്ങളോടുള്ള താല്പര്യം കുറയും. മക്കള്, ഭാര്യ, അമ്മ, അച്ഛൻ ഇതിനോടൊക്കെയുള്ള ഒട്ടലുകൾ നിങ്ങൾ കുറയും. ശരിക്കും കൃഷ്ണനെ ആത്മാർത്ഥമായി പിന്നെ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. കൃഷ്ണഭക്തർക്ക് അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അവർ നല്ല കൃഷ്ണഭക്തരല്ല എന്നർത്ഥം. അപ്പം ആധ്യാത്മിക രോഗങ്ങൾ മാറിക്കിട്ടും, ഭൗതിക രോഗങ്ങൾ മാറിക്കിട്ടും. ഇവിടെ ഈ അശ്വിനി ദേവന്മാരുടെ ജനനത്തെക്കുറിച്ചൊരു കഥയും കൂടെ ഉണ്ട്. വിശ്വകർമാവിൻ്റെ മകളുടെ പേരാണ് സംജ്ഞ. ഈ സംജ്ഞയാണ് സൂര്യൻ വിവാഹം കഴിച്ചത്. പക്ഷേ സൂര്യദേവന്റെ തേജസ് ആർക്ക് താങ്ങാൻ പറ്റുന്നില്ല? സംജ്ഞയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ സംജ്ഞ എന്ത് ചെയ്തു? തൻ്റെ ഛായയെ, അതായത് തനിക്ക് പകരം തൻ്റെ ഒരു നിഴലിനെ താൻ എന്ന മട്ടിൽ അവിടെ അങ്ങ് നിർത്തി. ഇപ്പം നമ്മളും നമ്മുടെ ഛായയും നടന്നു പോകുമ്പോൾ നമ്മളും നമ്മുടെ നിഴലും ഒരേ കണക്കല്ലേ? അപ്പൊ ദേവന്മാർക്ക് ആ നിഴലിനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അപ്പൊ സംജ്ഞ എന്ത് ചെയ്തു? തൻ്റെ നിഴലിനെ സംജ്ഞയാക്കി മദ്യയും മാംസവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാക്കി നിർത്തിയിട്ട് സംജ്ഞ അവിടെ നിന്ന് തപസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ സൂര്യൻ നോക്കുമ്പോൾ ആരുണ്ട്? സംജ്ഞയുണ്ട്. സത്യത്തിൽ അത് സംജ്ഞയുടെ നിഴല് മാത്രമാണ്. സംജ്ഞ തപസ് ചെയ്യാൻ പോയി. അത് ഈ രഹസ്യം സൂര്യൻ കുറച്ചു കഴിഞ്ഞപ്പം മനസ്സിലാക്കി. അപ്പൊ സൂര്യൻ എന്ത് ചെയ്തു എന്നറിയാമോ? സംജ്ഞയെ അന്വേഷിച്ചു പുറപ്പെട്ടു. അങ്ങനെ നോക്കിയപ്പം മേരു പാർശ്വത്തിൽ സംജ്ഞ നിൽക്കുന്നത് കണ്ടു. മേരു പാർശ്വത്തിൽ വെച്ച് സംജ്ഞയെ കണ്ടപ്പോൾ സംജ്ഞ പേടിച്ചു പോയി. കാരണം സൂര്യന്റെ തേജസ്സിന് വയ്യ താങ്ങാനായിട്ട് സംജ്ഞ പേടിച്ച് ഒരു പെൺകുതിരയുടെ രൂപം ധരിച്ചിട്ട് ഓടി. അപ്പൊ സൂര്യദേവൻ എന്ത് ചെയ്തു? ഒരു ആൺകുതിരയുടെ രൂപം ധരിച്ചിട്ട് പുറവിനോടി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഈ പെൺകുതിരയെ അങ്ങ് ക്ഷീണിച്ച്. അപ്പോഴത്തേക്ക് ആൺകുതിര അടുത്തെത്തി. ഈ ആൺകുതിരയുടെ ശ്വാസവും പെൺകുതിരയുടെ ശ്വാസവും തമ്മിൽ ഇടയുകയും അവർക്കിടയിൽ ഒരു വികാരങ്ങൾ ഉണ്ടാവുകയും ആ ശ്വാസങ്ങളുടെ ഇടച്ചിലിൽ നിന്ന് അശ്വരൂപിണിയായ, കുതിരയുടെ രൂപത്തിലുള്ള അശ്വരൂപിണിയായ സംജ്ഞ ഗർഭം ധരിക്കുകയും 2 മക്കളെ പ്രസവിക്കുകയും അങ്ങനെ അശ്വരൂപം ധരിച്ച സംജ്ഞ പ്രസവിച്ചത് കൊണ്ടാണ് അവരെ അശ്വിനി ദേവന്മാരെന്ന് വിളിക്കുന്നത്. ഓർമ്മിക്കുക, അശ്വിനി ദേവന്മാര് ചില്ലറക്കാരല്ല. ഋഗ്വേദത്തില് ഇന്ദ്രനും അഗ്നിയും സോമനും കഴിഞ്ഞാൽ പിന്നെ ഇവർക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇവര് നിത്യ യൗവനമുള്ളവരാണ്. ഇവര് സൗന്ദര്യത്തിന്റെ മൂർത്തികളാണ്. ഉഷസ്സിന് ആകാശത്തിൽ വഴിതെളിച്ചു കൊടുക്കുന്നത് അശ്വിനി ദേവന്മാരാ. 3 ചക്രങ്ങളുള്ള സുവർണ രഥത്തിലാണ് ഇവർ സഞ്ചരിക്കുന്നത്. ഇവര് അശ്വിനി ദേവന്മാര് പ്രജാപതിയിൽ നിന്ന് ആയുർവേദ വിദ്യ പഠിച്ചിട്ട് ഇവർ ദേവവൈദ്യന്മാരായി മാറി. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുക, ദേവന്മാർക്കും രോഗങ്ങൾ വരാം, നമുക്ക് മാത്രമല്ല. അതിനും മേളിൽ മോക്ഷപ്രാപ്തി ചെല്ലുമ്പോഴേ ഏതില്ലാതാകൂ? രോഗങ്ങൾ ഇല്ലാതാകൂ. അപ്പൊ അശ്വിനി ദേവന്മാര് ദേവന്മാരുടെ വൈദ്യന്മാരായി മാറി. ഈ അശ്വിനി ദേവനാണ് അന്ധനായ ച്യവന മഹർഷിക്ക് കാഴ്ചശക്തി നൽകിയത്. അശ്വിനി ദേവന്മാരാണ്. യവനാശന്റെ ഉദരത്തിൽ നിന്നും മാന്ധാതാവിനെ കീറിയെടുത്ത് ശസ്ത്രക്രിയയിൽ കഴിവ് തെളിയിച്ചത് അശ്വിനി ദേവന്മാരാണ്. ആദ്യത്തെ ശസ്ത്രക്രിയ വിദഗ്ധരാണ് ആരെന്ന് പറയുന്നത് അശ്വിനി ദേവന്മാര്. അത് യവനാശന്റെ ഉദരത്തിൽ നിന്നാണ് മാന്ധാതാവിനെ കീറിയെടുത്തത്. ഇനി അശ്വിനി മാസത്തില്, അതായത് തുലാമാസം, അശ്വിനി മാസത്തില് ബ്രാഹ്മണർക്ക് നെയ്യ് ദാനം ചെയ്താൽ നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ കറുത്തൊരാൾ വെളുത്ത ആകുമെന്നല്ല. സൗന്ദര്യം കറുപ്പും വെളുപ്പുമല്ല. നിങ്ങളുടെ തേജസ് വർദ്ധിക്കുകയും നിങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് ആകർഷണം ഉണ്ടാവുകയും ചെയ്യും. അശ്വിനി മാസത്തിൽ, തുലാമാസത്തിൽ ബ്രാഹ്മണർക്ക് നെയ്യ് ദാനം ചെയ്താൽ മതി. ഈ 12 മാസക്കാലം നെയ്യ് അഗ്നിയിൽ ഹോമിക്കുകയാണെങ്കിൽ നമ്മൾ അശ്വിനി ദേവന്മാർ വസിക്കുന്ന ലോകം പ്രാപിക്കുമെന്ന് മഹാഭാരതത്തിൽ പറയുന്നു. 12 മാസം
നമ്മൾ ദിവസേന യാഗം നടത്തുകയും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ യാഗമല്ല, നമ്മൾ വീട്ടിലൊരു ഹോമം നടത്തത്തില്ലേ, കുറച്ചു നേരം ഹോമം നടത്തുക, അഗ്നി കൊണ്ട് ഹോമിക്കുകയാണെങ്കിൽ നിങ്ങൾ അശ്വനി ദേവന്മാരുടെ ലോകത്തെത്തും എന്ന് മഹാഭാരതത്തിൽ പറയുന്നു. നമ്മുടെ പാണ്ഡുവിൻ്റെ പത്നിയായ മാദ്രി, കുന്തി ഒരു പത്നി മാദ്രി. ഈ മാദ്രി എന്ത് ചെയ്തു? അശ്വനി ദേവന്മാരെ ധ്യാനിച്ചു വരുത്തി അവരിൽ നിന്ന് നേടിയെടുത്ത 2 പുത്രന്മാരാണ് നകുലന്മാരും നകുല സഹദേവന്മാര്. അശ്വനി ദേവന്മാർക്ക് മാദ്രിയിൽ ജനിച്ച പുത്രന്മാരാണ് നകുല സഹദേവന്മാരെന്ന സത്യം നിങ്ങൾ അറിയുക. ഈ അശ്വനി ദേവന്മാര് കേരളത്തില് ആലത്തൂർ നമ്പിയുടെ ഇല്ലത്തില് വൈദ്യം പഠിക്കാനെന്ന ഭാവേന വന്ന് താമസിച്ചിട്ടുണ്ടെന്നും പറയുന്നു. പിന്നെ നമുക്ക് ജ്യോതിഷമൊക്കെ നിങ്ങൾ ടി വിയിൽ കാണുമ്പോൾ ഓരോ രാശിയും, മകരൻ രാശി, മീനൻ രാശി, അപ്പം അവരുടെ ഓരോ ചിഹ്നങ്ങൾ ഇങ്ങനെ അതിനകത്ത് കാണിക്കും. അതിനകത്ത് മിഥുനം രാശിയുടെ ചിഹ്നം ടി വിയിൽ വേണ്ട, പത്രത്തിൽ വാരഫലം വരുമ്പോൾ മിഥുനം രാശി എന്ന് കൊടുത്താൽ അതിനൊരു ചിഹ്നം കാണിക്കും. ആ മിഥുനം രാശിയുടെ ചിഹ്ന ഇരട്ടകളാണ്. ആ ഇരട്ടകള് അശ്വനി ദേവന്മാരാണെന്ന് ആര് പറയുന്നു? ജ്യോതിഷികള് പറയുന്നു. അപ്പോൾ ഇവര് ഇത്രയും മഹത്തായ അശ്വനി ദേവന്മാര് ഭഗവാന്റെ മൂക്കിന്റെ 2 ദ്വാരങ്ങൾ മാത്രം. ഇത്രയും കൂടുതൽ മഹത്തായ അശ്വനി ദേവന്മാര് ഭഗവാന്റെ മൂക്കിന്റെ 2 ദ്വാരങ്ങൾ മാത്രം. അപ്പൊ ഇതിലൂടെ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത്, നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ, സാക്ഷാൽ ഗുരുവായൂരപ്പനെ ധ്യാനിക്കുകയാണെങ്കിൽ ആധ്യാത്മിക രോഗത്തിൽ നിന്ന് മുക്തി, ഭൗതിക രോഗത്തിൽ നിന്ന് മുക്തി, നിങ്ങൾക്ക് നിത്യ യൗവനമുണ്ടാകും, സൗന്ദര്യവർദ്ധനവും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന ഉറപ്പാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ വരി വളരെ പ്രധാനപ്പെട്ടതാണ്. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഞങ്ങൾ അവിടുത്തെ തൃപ്പാദങ്ങളിൽ വീണ് നമിക്കുകയാണേ ഭഗവാനേ, ഭഗവാനേ. ഞങ്ങൾ ഭഗവാന്റെ മഹത്വങ്ങൾ എന്തെന്ന് ഇപ്പോഴാണ് അതിവിശാലമായിട്ട് അറിയുന്നത്. രാധേ രാധേ ചാനൽ കാണുന്ന ഭഗവാന്റെ ഭക്തരും ഭഗവാന്റെ മഹത്വങ്ങൾ ഇത്രമാത്രമാണ്. ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ മൂക്കിന്റെ ദ്വാരങ്ങളാണ് അശ്വനി ദേവന്മാര്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ അറിയുന്നത് ആദ്യമായിട്ടാണ്. ഭഗവാനെ, ഗുരുവായൂരപ്പ, അവിടുത്തെ അഭയം പ്രാപിക്കുന്നു. നാരായണ, ഞങ്ങളെ കൈവിടല്ലേ. ഇനി നമുക്ക് 3-ാമത്തെ വരിയിലേക്ക് നോക്കാം. ലോപത്രപേച്ഛ ഭഗവൻ അധരോത്തരോഷ്ടോ. ലോഭം അത്യാഗ്രഹം, ത്രപ ലജ്ജ. ഭഗവാന്റെ അധരം താഴത്തെ ചുണ്ട്, കീഴ്ചുണ്ട്. അടുത്തത് ഉത്തര ഓഷ്ടം, മേൽചുണ്ട്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭഗവാന്റെ കീഴ്ചുണ്ടെന്ന് പറയുന്നതിൽ നിന്നാണ് അത്യാഗ്രഹങ്ങൾ ഉണ്ടായത്. മേൽചുണ്ടാകട്ടെ ലജ്ജയുമാകുന്നു. അപ്പൊ ഭഗവാന്റെ കീഴ്ചുണ്ടാണ് മനുഷ്യനിലുള്ള അത്യാഗ്രഹമല്ലെങ്കിൽ ദുര. ഇവിടെ നമുക്കൊരാശയക്കുഴപ്പം ഉണ്ടാകാം. കാരണം നമ്മുടെ വിചാരം ഭഗവാനിൽ നിന്ന് എന്തുണ്ടാകുന്നെങ്കിലും നല്ലതല്ലേ ഉണ്ടാകുന്നത്. ഇവിടെ അത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട സാധനമാണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓർമ്മിക്കുക, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഗുണങ്ങളെപ്പോലെ ദോഷങ്ങളും ഭഗവന്മയനാണെന്നറിയുക. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നല്ല മനുഷ്യരും ഭഗവാനാണ്, മോശപ്പെട്ട മനുഷ്യരും ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തിലെ നല്ല കാര്യങ്ങളും ഭഗവാനാണ്, മോശപ്പെട്ട കാര്യങ്ങളും ഭഗവാനാണ്. വിഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പാമ്പും ഭഗവാനാണ്. സ്വാത്വികനായ ഋഷിയുമാര് തന്നെയാണ് ഭഗവാനാണ്. കയ്യിൽ കിട്ടിയാൽ കടിച്ചു കീറുന്ന പുലിയും ഭഗവാനാണ്, സിംഹവും ഭഗവാനാണ്. മറ്റുള്ളവരൊക്കെ ദോഷങ്ങളെ സാത്താനാക്കി കളയും. എന്നിട്ട് ദൈവവും സാത്താനും ഏതാണ്ട് ഈക്വൽ പവറാണ്. ഇതൊരിക്കലും ഹിന്ദു മതം അംഗീകരിക്കുന്നില്ല. ഹിന്ദു പറയുന്നത് ദൈവത്തെ വെല്ലുവിളിക്കാൻ ഈ ലോകത്താർക്കും കഴിയില്ല, അങ്ങനെ ഒരു സാത്താനില്ല. സകലതും, അതായത് മോശപ്പെട്ടതും നല്ലതും എല്ലാം ഭഗവാൻ. നമ്മുടെ ഇതിൽ അസുരന്മാര്, അവര് സാത്താനെന്ന് വിളിക്കും, നമുക്കത് അസുരനാണ്. ഈ അസുരന്മാരും ഭഗവാനാണ്.
കംസനും ഭഗവാനാണ്, ശിശുപാലനും ഭഗവാനാണ്. അതുകൊണ്ടാണ് കംസനെയൊക്കെ കൊല്ലുമ്പോൾ അവരുടെ പ്രഭാവലയം ഭഗവാനിൽ തന്നെ വന്ന് ലയിക്കുന്നത്. കാരണം ഭഗവാനിൽ നിന്ന് മാറിപ്പോയ ഒരു പ്രഭയാണത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ സകലതും ഭഗവാനാണ്. അപ്പം നല്ലത് മാത്രം ഭഗവാനാണെന്ന് കരുതരുത്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ പാമ്പുകളെ വരെ പൂജിക്കുന്നത്. കാരണം അതും ഭഗവാനാണ്. അത് വിഷമുണ്ട്, കൊത്തുമ്പം മറ്റുള്ളവർ മരിക്കുമെന്ന് പറഞ്ഞ് അതിനെ തല്ലിക്കൊല്ലേണ്ട ആവശ്യം ഇതിനകത്തില്ല. അപ്പം തെറ്റ് ചെയ്തു എന്ന അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ന ബോധം ഉണ്ടാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഞാൻ എന്ന ബോധം ഉണ്ടാകും. ആ ഞാൻ എന്ന ബോധം ഉണ്ടാകുമ്പോൾ എൻ്റേതെന്ന ചിന്ത ഉണ്ടാകും. അതായത് ഞാൻ എന്ന ബോധം ഉണ്ടാകുമ്പോൾ ഈ കാണുന്ന പണം എൻ്റേതായെങ്കിൽ കൊള്ളാം, ഈ കാണുന്ന വസ്തു എൻ്റേതായെങ്കിൽ കൊള്ളാം എന്നൊരു ചിന്തയുണ്ടാകും. ഞാൻ എപ്പോഴോ വായിച്ചിട്ടുണ്ട്, എവിടെയോ ദിലീപ് ആലുവാപ്പുഴയുടെ ആ സൈഡിൽ അവിടെ കണ്ട് വരുമ്പോൾ അവിടെ പണ്ടൊരു വലിയ വീടുണ്ടായിരുന്നുവെന്നും ആ വീട് എനിക്ക് എൻ്റെ വീടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹം പ്രശസ്തനായപ്പോൾ അത് വാങ്ങിച്ചു. അപ്പോൾ കണ്ടില്ലേ, ഞാൻ എന്ന ബോധം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എൻ്റേതായിരുന്നെങ്കിൽ എന്ന ചിന്ത വരികയും അപ്പം പലതിനെയും എൻ്റേതാക്കാൻ തോന്നുകയും ചെയ്യും. ഇതിനെയാണ് ലോഭം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാനെന്ന ബോധം ഉള്ളതുകൊണ്ട് ഒരു പെണ്ണിനെ കാണുമ്പോൾ അവളോട് ഇഷ്ടം തോന്നുകയും അവളെ എൻ്റേതാക്കാൻ തോന്നുകയും ചെയ്യും. പിന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇതാണ് ലോഭം. രാഷ്ട്രീയക്കാർക്ക് അധികാര കസേര അത് എൻ്റേതാക്കണമെന്നൊരു തോന്നലുണ്ടാകും. ഇതാണ് ലോഭം എന്ന് പറയുന്നത്. ബിസിനസ്സുകാരനാകട്ടെ പണം അത് എൻ്റേതാക്കണമെന്ന തോന്നലുണ്ടാകും. ഇതാണ് ലോഭം. ഇതൊരു നല്ല വികാരമല്ല, മോശപ്പെട്ട വികാരമാണ്. പക്ഷേ ഈ മോശപ്പെട്ട വികാരവും ഭഗവാനിൽ നിന്നുണ്ടായതാണ്. ഭഗവാന്റെ കീഴ്ചുണ്ടിൽ നിന്നാണ് ഇതുണ്ടായത്. അപ്പം നല്ലത് മാത്രമല്ല മോശങ്ങളും ഭഗവാൻ തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? മുകളിലത്തെ ചുണ്ട് ലജ്ജയാണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് തെറ്റ് ചെയ്തു എന്ന ബോധം വന്നു കഴിയുമ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തു, അപ്പം അത് മറ്റുള്ളവരറിയുന്നതിൽ നമുക്കൊരു ജാള്യത ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ബാങ്കിലിരിക്കുന്നു, ആ ബാങ്കിൽ നിങ്ങൾ തിരിമറി നടത്തി കുറേ തട്ടിപ്പ് നടത്തി. ആ തട്ടിപ്പ് മറ്റുള്ളവർ പിടിച്ചറിയും എന്നറിഞ്ഞാൽ നിങ്ങൾക്കൊരു ജാള്യത വരും. അപ്പം ഇങ്ങനെ നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് മറ്റുള്ളവരറിയുമ്പം നമുക്കുണ്ടാകുന്ന ജാള്യത്തെ ലജ്ജ എന്ന പേര് വിളിക്കാം. ആ ലജ്ജയും ഭഗവാനാണ്. മനുഷ്യൻ ഓരോ തെറ്റ് ചെയ്യും, എന്നിട്ട് അയ്യോ അവരറിഞ്ഞാൽ പിന്നെ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കൂടെ, ഈ ചിന്തയും ഭഗവാനാണ്. ഇനി ലജ്ജയ്ക്ക് മറ്റൊരർത്ഥമുണ്ട്. വളരെ പ്രിയപ്പെട്ടവൻ്റെ, നമ്മൾ പ്രണയിക്കുന്നവൻ്റെ സാമീപ്യത്തിൽ സ്ത്രീക്കുണ്ടാകുന്ന രോമാഞ്ചത്തെയും അവൾക്കുണ്ടാകുന്ന പുഞ്ചിരിയെയും ലജ്ജ എന്ന് വിളിക്കും. അത് സ്ത്രീയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കും. അതും ഭഗവാനാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പുരുഷനിലെ വീര്യവും ഭഗവാനാണ്, സ്ത്രീയുടെ ലജ്ജയും ഭഗവാനാണ്, പുരുഷന്റെ പൗരുഷവും ഭഗവാനാണ്, സ്ത്രീയുടെ സ്ത്രൈണഭാഗവും ഭഗവാനാണ്, ഒരാഗ്രഹവുമില്ലാത്ത ഋഷിയും ഭഗവാനാണ്, സകല ആഗ്രഹങ്ങളും മൂത്ത ദുരമൂത്ത മനുഷ്യനും ആര് തന്നെയാണ്? ഭഗവാനാണ്. നല്ലത് ചെയ്യുന്നവനും ഭഗവാനാണ്, തെറ്റ് ചെയ്യുന്നവനും ഭഗവാനാണ്, അവൻ അതിനുണ്ടാകുന്ന ലജ്ജയും ഭഗവാനാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിലെ നല്ലതും ചീത്തയുമായ സകലതും ഭഗവാനാണ്. അതുകൊണ്ടാണ് അധരം ആയ കീഴ്ചുണ്ടിൽ നിന്ന് ലോപമുണ്ടായി, മേൽചുണ്ടിൽ നിന്ന് ലജ്ജയുണ്ടായി. ആ ലജ്ജ രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാം. അപ്പൊ സർവതും ഭഗവാൻ, ഭഗവാനേ സർവതും നീയേ, സർവതും നീയേ കണ്ണാ. ഇനി നമുക്ക് നാലാമത്തെ വരി, അതായത് അവസാനത്തെ വരി, താരാഗണാച്ഛ ദശന ശമനച്ഛ ദംഷ്ട്ര. താരാഗണാച്ഛ നക്ഷത്ര ഗണങ്ങളും, ദശന പല്ലുകള്, ശമനച്ഛ യമനും, ദംഷ്ട്ര വലിയ പല്ല്. അതായത് ഭഗവാന്റെ മനോഹരമായ പല്ലുകളാണ് ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടം. ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടത്തിൻ്റെ തിളക്കം ഒന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളണം.
ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് എന്ത് തിളക്കമുണ്ടോ ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പല്ലുകളാണെന്ന സത്യം നിങ്ങൾ അറിയുക. അതുപോലെ ഭഗവാന്റെ വലിയ പല്ലാണ് ആരെന്ന് പറയുന്നത് യമൻ. ഭഗവാന്റെ കൊച്ചരി പല്ലുകളാണ് ആരെന്ന് പറയുന്നത്? ഭഗവാന്റെ കൊച്ചരി പല്ലുകളാണ് നക്ഷത്രഗണങ്ങൾ. ഭഗവാന്റെ വലിയ പല്ലുകളാണ് യമൻ എന്ന് പറയുന്നത്. മരണത്തിൻ്റെ ദൈവമാണ് ആരെന്ന് പറയുന്നത് യമൻ. യമനെ നമ്മൾ കാലനെന്നും ധർമ്മരാജനെന്നും ഒക്കെ പറയും. വേദ പാരമ്പര്യം അനുസരിച്ച് ജീവിച്ച് മരിച്ച് സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്തിയ ആദ്യത്തെ മനുഷ്യനാണ് യമൻ. ആദ്യമായിട്ട് വേദപാരമ്പര്യം അനുസരിച്ച് മരിച്ചു ചെന്ന മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്? യമൻ എന്ന് പറയുന്നത്. അപ്പം അതായത് ഈ ഭൂമിയിൽ വേദപാരമ്പര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും മനുഷ്യനായി ജീവിക്കുകയും അങ്ങനെ ആദ്യമായിട്ട് മരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേർന്ന മർത്യനെയാണ് യമൻ എന്ന പോസ്റ്റിലേക്ക് നിയമിച്ചിരിക്കുന്നത്. അപ്പം മരിച്ചവരെ അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പുനർജന്മം വേണ്ടവരെ വീണ്ടും ഭൂമിയിലേക്കുമൊക്കെ അയക്കുന്നത് ഈ യമനാണ്. അതുകൊണ്ട് യമൻ എന്ന് പറഞ്ഞാൽ നീതിയുടെയും മരണത്തിൻ്റെയും ദേവനാണ് യമൻ എന്ന് പറയുന്നത്. തെക്കൻ ദിശയുടെ സംരക്ഷകനാണ്. ഈ യമനെക്കുറിച്ച് ഹിന്ദു മതത്തിൽ മാത്രമല്ല, ബുദ്ധമതത്തില്, ചൈനീസ് മതത്തില്, ടിബറ്റൻ മതത്തില്, കൊറിയൻ മതത്തില്, ജാപ്പനീസ് മതത്തിലൊക്കെ ഉണ്ട്. അവരൊക്കെ യമനെ നരകത്തിൻ്റെ രാജാവായിട്ടാണ് കണക്കാക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ കണ്ണിലെ യമൻ എന്ന് പറഞ്ഞാൽ ഒരു എരുമയുടെ പുറത്ത് കയറിയിരുന്ന് ഇരുണ്ട നിറമുള്ളൊരു മനുഷ്യൻ കയ്യിലൊരു ഗദയും കയറിൻ്റെ കുരുക്കുമായി നടക്കുന്ന ആളാണ്. പക്ഷേ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യമരാജൻ എന്ന് പറഞ്ഞാൽ സുന്ദരനാണ്. ഋഗ്വേദത്തിലാണ് ആദ്യമായിട്ട്, ഒന്നാമത്തെ വേദമായ ഋഗ്വേദത്തിലാണ് യമനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ യമൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കയ്യിൽ കുരുക്കുമായി നടക്കുകയും ഗദയുമായി പോത്തിന്റെ പുറത്ത് വരുന്ന ആളല്ല. അദ്ദേഹം വളരെ സുന്ദരനായ രാജാവാണ്. സൂര്യന്റെയും മേഘം, നദി എന്നിവയുടെ ദേവതയായ ശരണ്യുവിൻ്റെയും മകനാണ് യഥാർത്ഥത്തിൽ യമൻ. യാമി, യമുന എന്നവര് ഇരട്ട സഹോദരിമാര്. ഭാര്യ ധൂമോർണ എന്നറിയപ്പെടുന്നു. ഈ യമന്റെ ഏറ്റവും വലിയ പ്രത്യേകത നീതിമാനാണ്. ധർമ്മത്തിൽ നിന്ന് അണുക്കിട വ്യതിചലിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മരാജൻ എന്ന് വിളിക്കുന്നത്. ഒരാൾ മരിച്ചു ചെന്നാൽ കൃത്യമായിട്ട് അയാൾക്കുള്ള യോഗ്യത അനുസരിച്ച് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഭൂമിയിലേക്ക് പുനർജനിക്കേണ്ടവരെ അങ്ങോട്ടേക്കും അയക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപാരമായ ജ്ഞാനമാണ്. ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. സത്യത്തിൽ ദേവന്മാർക്ക് പോലും അറിയാൻ പാടില്ലാത്ത മരണരഹസ്യം അറിയാവുന്ന ഒരേ ഒരാള് യമനാണ്. അതുകൊണ്ടാണ് നചികേതസ് യമന്റെ അടുക്കൽ ചെന്ന് മരണത്തിന്റെ രഹസ്യം ചോർത്തിയെടുക്കുന്നവര് ഓഗസ്റ്റ് 6 മുതൽ നമ്മുടെ നചികേതസ് എന്ന് യമനെ കാണുന്ന കഠോപനിഷത്തിന്റെ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു. ഓഗസ്റ്റ് മാസം 6-ാം തീയതി ആദ്യത്തെ ക്ലാസ് റിലീസായി. എല്ലാ ബുധനാഴ്ചയും മരണത്തിൻ്റെ രഹസ്യം എന്തെന്ന് വ്യക്തമാക്കുന്ന ലോകത്തിലെ ഒരേ ഒരു പുസ്തകമായ കഠോപനിഷത്തിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ ആരംഭിച്ചിരിക്കുകയാണ്. മരണത്തിൻ്റെ രഹസ്യമറിയണം, യമരാജൻ ആരെന്നറിയണം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്തരീക്ഷത്തിലെ നക്ഷത്രക്കൂട്ടങ്ങളും ഭഗവാനേ നീ തന്നെയാണ്, യമനും നീ തന്നെയാണ്, അശ്വിനി രാജകുമാരന്മാരും നീ തന്നെയാണ്, നല്ലതും നീയേ, മോശപ്പെട്ട കാര്യങ്ങളും നീയേ. അപ്പോൾ യമൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ. ഭഗവാന്റെ ഒരു വലിയ പല്ലാണ് യമൻ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഭഗവാനെ ധ്യാനിക്കുകയാണെങ്കിൽ, ഗുരുവായൂരപ്പനെ ധ്യാനിക്കുകയാണെങ്കിൽ
യമനെ പിന്നെ ഗുരുവായൂരപ്പനെ ധ്യാനിക്കുകയാണെങ്കിൽ യമനെ കുറിച്ചുള്ള ഭയം വേണ്ട. കാരണം അവനെ മരണഭയത്തിൽ നിന്ന് ഭഗവാൻ മോചിപ്പിക്കും. ഗുരുവായൂരപ്പനെ ധ്യാനിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു പല്ല് മാത്രമായ യമന് നമ്മളെ എങ്ങനെ തൊടാൻ പറ്റും? അപ്പം നിങ്ങൾ സാക്ഷാൽ ശ്രീകൃഷ്ണനെ, സാക്ഷാൽ ഗുരുവായൂരപ്പനെ ധ്യാനിക്കുകയാണെങ്കിൽ യമരാജൻ നിങ്ങളുടെ അടുക്കലേക്ക് വരില്ല. പകരം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദൂതന്മാർ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഗുരുവായൂരപ്പനെ ധ്യാനിച്ചാൽ യമന്റെ ഭയത്തിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാം. മരിക്കാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ മനസ്സങ്ങ് ശാന്തമാകും. ഓർമ്മിക്കുക, ഗുരുവായൂരപ്പനെ, സാക്ഷാൽ ശ്രീകൃഷ്ണനെ, സാക്ഷാൽ രാധാറാണിയെ ആരാണോ ഭജിക്കുന്നത്, മരണമടുക്കുമ്പോൾ അവരുടെ ഹൃദയം ശാന്തമാകും. അവർക്ക് സന്തോഷം ഇങ്ങനെ വന്ന് നിറയും. ഓരോ രോമകൂപങ്ങളിലും ആനന്ദം വന്ന് നിറയും. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും രാധാറാണിയുടെയും ദൂതന്മാര് താഴേക്ക് നമ്മളെ സ്വീകരിക്കാൻ കൊണ്ടുപോകാൻ വരുന്നത് കാണും. സന്തോഷത്തോടു കൂടി നമ്മൾ അവരുടെ കൂടെ പോകും. യമരാജന് നമ്മളെ അടുത്തു വരാൻ പറ്റില്ല. അതുകൊണ്ട് മാലോകരെ വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ, കൃഷ്ണനെയും രാധയെയും വാഴ്ത്തുവിൻ, കൃഷ്ണനെയും രാധയെയും വാഴ്ത്തുവിൻ. നിങ്ങൾ ഉച്ചത്തിൽ പറയൂ, രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ, രാധേ 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 ഗോവിന്ദ ഗോവിന്ദ, രാധേ 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 ഗോവിന്ദ ഗോവിന്ദ, രാധേ രാധേ ഗോവിന്ദ, രാധേ രാധേ രാധേ, ഓ രാധേ 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 രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രസേശ്വരി രാധികായേ സ്വാഹ.